ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് ചെടികളിൽ ഒന്നാണ് ജമന്തി. അപ്പോൾ ജമന്തിയെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജമന്തി എങ്ങനെയാണ് വളർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില സമയങ്ങളിൽ ജമന്തി ചീഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് ജമന്തി ചെടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ജമന്തി ചെടികൾക്ക് കൊടുക്കുന്ന കെയർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജമന്തിയിൽ നിറയെ പൂക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പലരും മുൻപത്തെ പല വീഡിയോകളിലും സംശയങ്ങൾ ചോദിക്കുന്നത് വീഡിയോ മുഴുവൻ കാണാതെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ജമന്തിയെക്കുറിച്ചുള്ള വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ജമന്തിയിലേക്ക് വരുന്ന വാട്ടരോഗം അല്ലെങ്കിൽ മൂടിച്ചീച്ചിൽ. വളരെ പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് ബാധിക്കുന്ന ഒരു ചെടിയാണ് ജമന്തി. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർ കൊടുക്കേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിലും വേനൽക്കാലങ്ങളിലും നമ്മൾ ഒരുപോലെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചെടിയാണ് ജമന്തി. അപ്പോൾ ജമന്തിയിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ജമന്തി ചെടി വേരോടെ ചീഞ്ഞു പോകും. ഈ ജമന്തി ചെടിയൊക്കെ നമ്മൾ വാങ്ങി നടുന്ന സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കെയർ ആവശ്യമുള്ളത്. ജമന്തി നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കവറിൽ നിന്നുള്ള ജമന്തി നമ്മൾ ചട്ടിലോട്ട് മാറ്റി നടുമ്പോഴാണ് പെട്ടെന്ന് അതിന് വേരിച്ചിച്ചിലും അതുപോലെ തന്നെ ഈ തണ്ടഴുകൽ രോഗമൊക്കെ കാണാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം വേണം നമ്മൾ ഈ ജമന്തി പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാൻ. അപ്പം പലർക്കും ഉള്ളൊരു പ്രശ്നം ചട്ടിലോട്ട് മാറ്റി നട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജമന്തി ചീഞ്ഞു പോകുന്ന പ്രശ്നമായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേരായിരുന്നു അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജമന്തി വാങ്ങി നട്ട ശേഷം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം നിൽക്കും, അതിനുശേഷം ജമന്തി ചെടി ചീഞ്ഞു പോകാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ കമൻറ്റായിട്ട് അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമന്തി ചീഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ അതിൻ്റെ വേരിന് വരുന്ന പൊട്ടലാണ്. ചെറിയ രീതിയിൽ ചെറിയ പൊട്ടൽ ബാധിച്ചാൽ പോലും ജമന്തി പെട്ടെന്ന് തന്നെ ചീച്ചിൽ വന്ന് നശിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയാലും ജമന്തിക്ക് ഭയങ്കരമായിട്ട് അത് ക്ഷീണം ചെയ്യും. അപ്പോൾ ജമന്തി നടുന്ന പോട്ടി മിക്സിലാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടി പോവുക അല്ലെങ്കിൽ നീർവാർച്ച പറ്റ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജമന്തി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും, അല്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നമ്മൾ ജമന്തിയൊക്കെ നടുന്ന സമയങ്ങളിൽ വളരെ നീർവാർച്ചയുള്ള നന്നായിട്ട് വെള്ളം ഒഴുകി പോകുന്ന വാർന്നു പോകുന്ന പോട്ടി മിക്സ് നമ്മളത് ചെയ്യണം. കുറച്ച് ചകിരിച്ചോറ് അല്പം കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നട്ടിരിക്കുന്ന പോട്ടി മിക്സ് നമ്മൾ മുൻപ് എല്ലാ വീഡിയോയിലും പറഞ്ഞ പോട്ടി മിക്സ് തന്നെയാണ്. മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ കോക്കോപീറ്റ് 1:1:1. അപ്പോൾ ഈ 1:1:1 എന്ന് കൊടുക്കുമ്പോൾ തന്നെ നല്ല നീർവാർച്ച കിട്ടും. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. പലരും ഈ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കാൻ വരുന്ന സമയങ്ങളിൽ അളവെടുക്കാതെ ഒരു ഏകദേശം അളവ് എടുത്തിട്ട് കൈകൊണ്ടൊക്കെ വാരിയിട്ടിട്ട് പോട്ടി മിക്സ് റെഡിയാക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് നമ്മൾ കൃത്യമായിട്ട് അളവെടുത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ജമന്തിയൊക്കെ നടുന്ന സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ മണ്ണ് എടുത്തിട്ടില്ലെങ്കിൽ മണ്ണിൻ്റെ അംശം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വടക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് നല്ല ചുവന്ന മണ്ണ് കിട്ടും. അപ്പോൾ ഈ ചുവന്ന മണ്ണിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് സെറ്റായി പോകും, ഇഷ്ടേപോലെ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കുന്ന സമയങ്ങളിൽ നീർവാർച്ച അങ്ങ് ബ്ലോക്കായി പോകും. വെള്ളം താഴോട്ട് പോകാതെ വെള്ളമെല്ലാം കെട്ടിക്കിടന്ന് ഒരു പ്രശ്നം കാണിക്കാണ്ട് സാധാരണ 2-3 ദിവസം വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ നീർവാർച്ച തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെടികൾക്ക് കൊടുക്കാറുള്ള വളം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും ജൈവവളങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻകാഷ്ട പൊടിച്ചതോ ഒക്കെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കും. അത് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇടവേളകളിലാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം ഇടവേളകളിൽ നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെടികളുടെ ആ ഒരു ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് NPK 18 ഈ 18 നമുക്ക് എല്ലാം വളം വിൽക്കുന്ന കടയിലും കിട്ടും. ഞാൻ ഒരുപാട് വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്ത് കാണാറുണ്ട് NPK എവിടെ കിട്ടുന്നതാണ്. നമ്മൾ ചെടികൾക്ക് വേണ്ട മരുന്നുകളും വളങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ വളം വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ നഴ്സറികളിലും കിട്ടും. NPK നമ്മൾ വാട്ടർ സൊല്യൂബിളിനാണ് വില കൂടുതൽ വരിക. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മണ്ണിലിട്ട് കൊടുക്കാനാണെങ്കിൽ ഒരു നുള്ള് നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഇത്രയും വലിപ്പമുള്ള ചട്ടിയിൽ ഒരു നുള്ളേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അത്രയും കുറഞ്ഞ അളവിൽ NPK കൊടുത്താൽ തന്നെ ഈ ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ NPK കിട്ടും. അപ്പോൾ നമ്മൾ ഒരു 15-16 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു നുള്ള് NPK ഇതിലിട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫോളിയറായിട്ട് നമ്മൾ ആ ഒരു പഴത്തൊലിട്ട് വെച്ച വെള്ളം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് പഴത്തൊലിട്ട് വെച്ച വെള്ളം. പഴത്തൊലിട്ട് വെച്ച വെള്ളം വളരെ എഫക്റ്റീവാണ് കേട്ടോ പൂക്കളുണ്ടാവാൻ. കാരണം നാച്ചുറലായിട്ട് കിട്ടുന്ന പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണ് ഈ ഒരു പഴത്തൊലി ഇട്ട് ഒരു 5 ദിവസം ഫെർമെൻറ്റ് ചെയ്ത ഒരു വെള്ളം. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെടികൾക്ക് ഏത് പൂ പിടിക്കാത്ത ചെടിക്കും പെട്ടെന്ന് പൂ പിടിക്കാനും നന്നായിട്ട് പൂക്കൾ വരാനും പൊട്ടാസ്യം ഒരുപാട് സഹായിക്കും.
അപ്പോൾ നമ്മൾ പഴത്തൊലിട്ട് വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒരു 5 ദിവസം നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് അതൊരു 2-3 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിന് സ്പ്രേയും ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇതുപോലെ എപ്സം സാൾട്ട് നമ്മൾ എന്തായാലും ഒരു മാസം 1.5 മാസം കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. അതിപ്പോൾ എല്ലാ പൂ പിടിക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. 1.5 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഇതുപോലെ എപ്സം സാൾട്ട് വളരെ കുറഞ്ഞ അളവ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. എപ്സം സാൾട്ട് നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ ഉണ്ടാകുന്ന പൂക്കൾ കൊല പിടിച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ റോസിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ പോളിയാന്ത വെറൈറ്റി റോസുകൾക്കൊക്കെ എപ്സം സാൾട്ട് ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ കൊല പിടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. നല്ല ബ്രൈറ്റ് കളറായിരിക്കും ചെടികൾക്ക്. പൂക്കൾ നോർമലി പലരും പറയാറുണ്ട് ചെടികൾക്കുണ്ടാകുന്ന പൂക്കൾ നഴ്സറിയിൽ നല്ല കളർ ഉണ്ടായിരുന്നു, വീട്ടിൽ നമ്മൾ വളർത്തി കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡായി വരുന്ന ടൈപ്പ് കളറാണ് വരുന്നത്. എന്താണ് അത് കാരണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള മൂലത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലാണ് മിക്കപ്പോഴും പൂക്കളുടെ നിറം മങ്ങി വളരെ ഒരു ബ്രൈറ്റ് കളറല്ലാതെ ഒരു ഫെയ്ഡായിട്ടുള്ള കളറിലൊക്കെ ചെടികളുണ്ടാവും. പക്ഷേ ഫെയ്ഡായിട്ട് കളർ ഉണ്ടാവുന്ന പൂക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ മഗ്നീഷ്യം ചേർത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നോർമലി ഉണ്ടാകുന്ന പൂക്കൾക്ക് മഗ്നീഷ്യത്തിൻ്റെ അഭാവം കാരണം ഫെയ്ഡ് കളർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് മഗ്നീഷ്യം ചേർത്ത് കൊടുക്കാം. അപ്പം ചെടിയിൽ പൂക്കൾ കൊല പിടിച്ചുണ്ടാവാനും നിറച്ച് വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാനും നല്ല കളറിൽ പൂക്കൾ വൈബ്രൻ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവാനും നമുക്ക് മഗ്നീഷ്യം എന്തായാലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. ചെടികൾക്ക് വേണ്ട ഒരു മൂലം കൂടിയാണ് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ചെടി കാണിക്കും. അപ്പോൾ 1.5 മാസം ഇടവിട്ടിട്ട് മഗ്നീഷ്യം ഇതുപോലെ ചേർത്ത് കൊടുക്കും. പിന്നെ ഈ ജമന്തി ചെടിക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ് ത്രൈപ്സിൻ്റെ പ്രശ്നം. ത്രൈപ്സ് വന്നിട്ട് ഇതിൻ്റെ ഇലകൾക്കടിയിൽ ഇരുന്നിട്ട് നീരൂറ്റി കുടിച്ചിട്ട് ചെടികൾ മുരടിപ്പിച്ച് കളയും. അപ്പോൾ നമ്മൾ എപ്പോഴും ജമന്തി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് കൃത്യമായിട്ട് നമ്മൾ 10-15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേപ്പെണ്ണ സോപ്പ് എമൽഷൻ അല്ലെങ്കിൽ വേപ്പെണ്ണ ഒരു 4 ml ഒരു വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല, ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ത്രൈപ്സ് ഇതിൻ്റെ നീരെല്ലാം ഊറ്റി കുടിച്ച് ചെടിയെ മുരടിപ്പിച്ച് കളയും. മുരടിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഇലകളുണ്ടാവും, പക്ഷേ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഇതിൻ്റെ തൂമ്പിൻ്റെ അഗ്രഭാഗങ്ങളിലൊക്കെ ഈ ഒരു കീടം വന്നിട്ട് ഇതിനെ മുരടിപ്പിച്ച് കളയുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടികളിൽ ഒരിക്കലും നമ്മൾ എന്ത് വളം ചെയ്താലും പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ചെടിയിൽ കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനി തളിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഇതിനൊരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 12 ദിവസം കൂടുമ്പോൾ വേപ്പെണ്ണയാണ് സ്പ്രേ ചെയ്യാറ്. അപ്പോൾ അതുപോലെ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ത്രൈപ്സിനെയൊക്കെ അകറ്റി നിർത്താൻ പറ്റും. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ ഒരു ചെടിക്ക് നന്നായിട്ട് ഫംഗൽ ബാധകൾ വരാറുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫംഗൽ ബാധകൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നീർവാർച്ചയുള്ള പോട്ട് മിക്സും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഫംഗിസൈഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫംഗിസൈഡ് നമ്മൾ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുക. ചുവട്ടിലിട്ട് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ചെടിയുടെ തണ്ടിലൊക്കെ പറ്റി പിടിക്കുന്ന രീതിയിൽ സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തണ്ടിൻ്റെ ഒരു അഴുകൽ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേരിൻ്റെ ചീച്ചിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ചെടിക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് പൂമുട്ടുകൾ വളരെ പെട്ടെന്ന് ഉണ്ടായി വരികയും ചെയ്യും. പൂമുട്ടുകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് ബുഷായിട്ട് ആ ഒരു ചെടി ചട്ടി മുഴുവനായിട്ട് നിറഞ്ഞ് പൂക്കൾ വന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കും, ഈ ചെടി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ വരും. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. പൂമുട്ടുകളെല്ലാം വിരിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത്. ഞാനിപ്പോൾ കുറച്ച് മുൻപേ വീഡിയോ എടുത്തുന്നുള്ളൂ. ഇത് പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ജമന്തിക്ക് കൊടുക്കുന്ന കെയറിനെ കുറിച്ചൊക്കെയാണ് പറയേണ്ടത്. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.